മലയാളത്തിന്റെ എക്കാലത്തെ മികച്ച സൈക്കോളജിക്കൽ ഹൊറർ ചിത്രമാണ് 1993 ഫാസിൽ സംവിധാനം ചെയ്ത് മോഹൻലാൽ, സുരേഷ് ഗോപി, ശോഭന എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ മണിച്ചിത്രത്താഴ് എന്ന സിനിമ. ഡയറക്ടേഴ്സ് ബ്രില്യൻസും ഒരുപാട് ഹിഡൻ ഡീറ്റെയിൽസും അടങ്ങിയ ചിത്രമാണത്. പ്രധാനമായും ശോഭന അവതരിപ്പിച്ച ഗംഗ എന്ന കഥാപാത്രത്തിൽ നാഗവല്ലി എന്ന സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഉണ്ടെന്ന കാര്യം ക്ലൈമാക്സ് ട്വിസ്റ്റ് ആണെങ്കിലും ചിത്രത്തിന്റെ ആദ്യം മുതൽ തന്നെ നമുക്കത് മനസ്സിലാക്കി തരുന്ന രീതിയിലായിരുന്നു ശോഭനയുടെ പ്രകടനം. നാം ഇന്ന് സംസാരിക്കുന്നത് ആ ചിത്രത്തിലെ കണ്ടിന്യൂറ്റി മിസ്റ്റേക്കുകളെ കുറിച്ചും ലോജിക് മിസ്റ്റേക്കുകളെ കുറിച്ചുമാണ്. ഇവയെല്ലാം തന്നെ തികച്ചും വിനോദാവശ്യത്തിന് വേണ്ടി മാത്രമാണെന്നും ഒരു സിനിമയെയോ കലാകാരന്മാരെയോ വില കുറച്ച് കാണാൻ വേണ്ടിയല്ല എന്നും ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. തമ്പിയോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അത് അറിയിക്കാണ്ട് ഒരു സ്വസ്ഥതയും കിട്ടണില്ല. അതാ തിടുക്കത്തിൽ പുറപ്പെട്ടതേ. നമുക്ക് വടക്ക് ഭാഗത്ത് എവിടെയെങ്കിലും അവിടെ തിരിക്കാം. കുടുംബക്ഷേത്രത്തിലെ ഉത്സവമൊക്കെ എത്രടായി? ഒന്നിനും ഒരു മുടക്കവും വരുത്തിയിട്ടില്ല. ഭംഗിയായി നടക്കുന്നു. നാളെ അവസാനിക്കുക. ഈ സീനിലെ അബദ്ധം എന്താണെന്ന് മനസ്സിലായോ? വളരെ സിമ്പിൾ ആണ്. നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നെടുമുടി വേണുവിന്റെ ഷർട്ടിന്റെ കളർ ഒന്ന് മാറുകയാണ്. മിസ്റ്റേക്കുകളെ ആർക്ക് വേണമെങ്കിലും അവരുടെ ഭാവനകൾ ഉപയോഗിച്ചുകൊണ്ട് ബ്രില്യൻസ് ആക്കി മാറ്റാവുന്നതാണ്. ഈ സിനിമയിലെ പല മിസ്റ്റേക്കുകളെയും പലരും അങ്ങനെ ചെയ്തതായി കാണാം. ഇങ്ങനെ വസ്ത്രത്തിന്റെ നിറം മാറുന്നതിന് ദിവസം മാറി എന്ന ബ്രില്യൻസ് ആണെന്ന് ചിലർ പറഞ്ഞുണ്ടാക്കിയേക്കാം. പക്ഷേ ഈ സീനിൽ അങ്ങനെ പറയാൻ സാധിക്കില്ല. കാരണം ആ ദിവസം കഴിഞ്ഞാൽ നാഗവല്ലി നകുലനെയും കൊന്ന് സ്ഥലം വിട്ടേനെ. സിനിമയിലെ മറ്റൊരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് നോക്കാം. സണ്ണി അമ്പട കേമാ അമ്പേ, രണ്ട് കസേര എടുത്ത് പുറത്തേക്ക് ഇടുക. സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇത് ആദ്യ. കസേര എടുത്ത് പുറത്തിടുമ്പോഴേക്കും മാഞ്ഞുപോയ തിലകന്റെ നെറ്റിയിലെ കുറി പുനർജനിക്കുകയാണ്. രാത്രി കഥകളിക്ക് ശേഷമാണ് യഥാർത്ഥ മാനസിക രോഗി ഗംഗയാണെന്ന സത്യം സണ്ണി നകുലനെ അറിയിക്കുന്നത്. ആ രംഗം ഒന്ന് കാണാം. ഈ രോഗബാധയുണ്ടാകുമ്പോൾ രോഗിക്ക് അമാനുഷ് വിവാഹം കഴിഞ്ഞ് നിന്റെ അമ്മയിൽ നിന്ന് ആ കഥ പറഞ്ഞു തുടങ്ങുന്നത് രാത്രിയാണെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് രാവിലെയായി മാറുന്നതായി കാണാം. ഈ ചെറിയ കഥ പറയാനാണോ ഒരു രാത്രി മുഴുവൻ എടുത്തത്? ഡമ്മി വെച്ച് നാഗവല്ലിയെ മാത്രമല്ല പ്രേക്ഷകരെയും ഒന്ന് നൈസായി പറ്റിച്ചിട്ടുണ്ട്. യഥാർത്ഥ സുരേഷ് ഗോപിക്ക് പകരവും ഡമ്മി തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എനിക്ക് ഉടുത്തു പറയാനുള്ള മുണ്ടൊന്നുമില്ല. നീ എനിക്കൊരു മുണ്ട് മാത്രമല്ല, എന്ത് സാധനങ്ങളും നമുക്കിപ്പോൾ ഓൺലൈനിൽ നിന്നും വാങ്ങാവുന്നതാണ്. അതിനായി മാത്രം പുറത്തു പോകേണ്ട ആവശ്യവുമില്ല. ഞാൻ പോണ്ടേ? വേണ്ട. 90% ഓഫോട് കൂടിയാണ് ഇപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ തുടങ്ങിയവരുടെ സമ്മർ സെയിൽ നടക്കുന്നത്. ഇന്ത്യയിൽ 1.5 കോടിയിലേറെ പേർ ഉപയോഗിക്കുന്ന ഒരു ആപ്പിലൂടെ ഈ ഓഫറുകൾക്ക് പുറമേയും നിങ്ങൾക്ക് എക്സ്ട്രാ മണി ഏൺ ചെയ്യാവുന്നതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്യാഷ് ബാക്ക് ആപ്പായ ക്യാഷ് കെയറിലൂടെ ആമസോൺ, അജിയോ, മിന്ത്ര പോലെയുള്ള ആപ്പുകളിൽ ഫാഷൻ ടു റേഷൻ എല്ലാത്തിലും 30% വരെ എക്സ്ട്രാ ക്യാഷ് ബാക്ക് ലഭിക്കാവുന്നതാണ്. എന്തോന്നാ ആമസോണിലൂടെ 150 രൂപക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 75 രൂപ സ്ട്രേറ്റ് അവേ ക്യാഷ് ബാക്ക് ലഭിക്കുന്നതാണ്. ഈ ക്യാഷ് ബാക്ക് എല്ലാം തന്നെ റിയൽ മണിയാണ്. നിങ്ങൾക്കത് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതുമാണ്. ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിലും ഓൺലൈൻ പേയ്മെന്റ് ആണെങ്കിലും ക്യാഷ് ബാക്ക് ലഭിക്കുന്നതുമാണ്. എത്തൻ ടാറ്റ വരെ ഫണ്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഈ ആപ്പ് വിശ്വസനീയവുമാണ്. എങ്ങനെ ആപ്പ് ഉപയോഗിക്കാമെന്നും ഗിവ് അവേയിലൂടെ 500 രൂപയുടെ ആമസോൺ ഗിഫ്റ്റ് വൗച്ചർ എങ്ങനെ സ്വന്തമാക്കാമെന്നും നമുക്ക് നോക്കാം. ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റന്റ് ബോണസായി 25 രൂപ ലഭിക്കുന്നതാണ്. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ കോഡായ CAN25 ഉപയോഗിച്ചും 25 രൂപ എക്സ്ട്രാ ബോണസ് ലഭിക്കുന്നതാണ്. ആമസോൺ, മിന്ത്ര പോലെയുള്ള സൈറ്റുകൾ സെർച്ച് ചെയ്ത് ഓറഞ്ച് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതത് സൈറ്റുകളിൽ പോയി സാധാരണ പോലെ പർച്ചേസ് ചെയ്യുക. തിരിച്ചു വരുമ്പോൾ മൈ ഏണിംഗ്സ് സെക്ഷനിൽ നിങ്ങൾ നേടിയ ക്യാഷ് ബാക്ക് കാണാവുന്നതാണ്. നിങ്ങൾക്ക് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയോ ആമസോൺ വൗച്ചറാക്കി മാറ്റുകയോ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ തന്നെ ക്യാഷ് കെയർ ഉപയോഗിച്ച് തുടങ്ങും. ചിലപ്പോൾ അത് ഈ സമ്മറിൽ നിങ്ങളുടെ ഇഷ്ട സ്ഥലത്തേക്കുള്ള ട്രിപ്പ് സ്പോൺസർ ചെയ്തതുമായിരിക്കും. സിനിമയിലെ മറ്റൊരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്കിനെ കുറിച്ച് മുമ്പത്തെ എപ്പിസോഡിൽ നാം സംസാരിച്ചിരുന്നു. ഇതേ കാര്യം തന്നെ ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ വീണ്ടും കാണിക്കുന്നുണ്ട്. ആ സമയത്ത് കാണിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ്. ഞാൻ ശ്രീദേവിയെ മുറിയിലിട്ട് പൂട്ടി
ആദ്യം പിടിച്ചുകൊണ്ടുപോയാൽ പിന്നീട് കൂടെ നടന്നു പോവുക മാത്രമാണ് ചെയ്യുന്നത്. അക്കാലത്ത് ഒരേ സമയം 2 ആംഗിളിൽ നിന്നും 2 ക്യാമറ ഉപയോഗിക്കാനുള്ള പരിമിതിയായിരിക്കും ഇതിന് കാരണം. ഈ മിസ്റ്റേക്കിനെ കുറിച്ച് പലരും വളരെ വിചിത്രമായ ന്യായീകരണങ്ങളാണ് നൽകിയത്. പ്രധാനമായും കഥ പറയുമ്പോൾ നടന്ന സംഭവത്തിന്റെ മുഴുവൻ ഡീറ്റെയിൽസും പറയണമില്ല എന്നും അതിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ പറയുകയുള്ളൂ എന്നുമാണ് പലരും കമന്റ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ കാണിക്കേണ്ടത് ശ്രീദേവിയെ മുറിയിലിട്ട് പൂട്ടുന്ന ആ ഭാഗം മാത്രമാണ്. കാരണം അത് മാത്രമാണ് സണ്ണി പറയുന്നതും. സിനിമയിൽ കഥാപാത്രം പറയുന്ന കഥ പ്രേക്ഷകന് കാണിച്ചു കൊടുക്കുന്ന രീതിയാണ് റഷമോൺ എഫക്റ്റ്. പക്ഷേ ഈ സിനിമയിൽ അതിന് യാതൊരു പ്രസക്തിയുമില്ല. കാരണം യഥാർത്ഥത്തിൽ നടക്കാത്തൊരു സംഭവം കഥാപാത്രം ഭാവനയിൽ നിന്നും പറയുന്നതല്ല. യഥാർത്ഥത്തിൽ എല്ലാ സീനുകളിലും ഗംഗയുടെ കഥാപാത്രത്തിന്റെ എക്സ്പ്രഷൻ മോഹൻലാൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. അത് പിന്നീട് പറയുമ്പോൾ ഗംഗയുടെ കഥാപാത്രത്തിന് മുഖം കാണിക്കാതെ ആദ്യം കാണിച്ച രംഗങ്ങളെല്ലാം തന്നെ വീണ്ടും മുഖം കാണിച്ചുകൊണ്ട് രണ്ടാമത് കാണിക്കുകയാണ് ചെയ്യേണ്ടത്. ഒരേ സംഭവം തന്നെ ഒരേ സമയം ഗംഗയുടെ മുഖം കാണിച്ചുകൊണ്ടും മുഖം കാണാതെയുമുള്ള 2 ആംഗിളിൽ നിന്നും ഷൂട്ട് ചെയ്യാനുള്ള പരിമിതിയാണ് ഈ അബദ്ധത്തിന് കാരണം. ആ രംഗങ്ങളിൽ കഥാപാത്രത്തിന്റെ മുഖത്തുണ്ടാവുന്ന മാറ്റങ്ങൾ ഒരു ട്വിസ്റ്റായി വെച്ചിരിക്കുകയും പിന്നീട് പറയാൻ വേണ്ടി രണ്ടാമതും ഷൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. പിന്നീട് കാണിക്കാൻ വേണ്ടി വീണ്ടും ഷൂട്ട് ചെയ്യുമ്പോൾ ആദ്യം ഷൂട്ട് ചെയ്ത സംഭവങ്ങളുമായി സിങ്ക് ചെയ്യുന്ന കാര്യം ശ്രദ്ധിച്ചതുമില്ല. കഥ പറയുന്ന മറ്റു രംഗങ്ങളിലും ആ സിങ്കില്ലായ്മ കാണാം. കിക്ക് വൈബ്രേഷന്റെ അനുഭവം എനിക്ക് കിട്ടാൻ തുടങ്ങി. വേദനയോടെ ഞാൻ മനസ്സിലാക്കി ഞാൻ അന്വേഷിച്ച് നടക്കുന്ന മാടം. കാണണ്ടേ? ദേ, മുല്ലമുട്ടുമാല, മാങ്ങാമാല, മേക്കാമോതിരം. ഈ രംഗത്ത് ആദ്യം കാണിക്കുമ്പോൾ സണ്ണിയുടെ മുഖത്ത് അങ്ങനെ ഒരു എക്സ്പ്രഷൻ വരുന്നതായി കാണുന്നില്ല. പക്ഷേ രണ്ടാമത് പറയുമ്പോൾ സണ്ണിയുടെ മുഖത്ത് അങ്ങനെ ഒരു എക്സ്പ്രഷൻ വരുന്നതായും കാണാം. അപൂർവമായ ഒരു മനോരോഗത്തിന്റെ അഗ്നികുണ്ഡങ്ങൾ ഗംഗയുടെ കണ്ണുകളിൽ ജ്വലിക്കുന്നത് ഞാൻ ആദ്യമായി കണ്ടു. ചുമ്മാ കിടന്ന് തർക്കിക്കാതെ. ആരെ തർക്കിച്ച്? ഞാനാണോ? പിന്നെ ഞാനാണോ? ഞാൻ 1001 തവണ വ്യക്തമായി തെളിയിക്കാം. ഇത് നാഗവല്ലിയുടെ ചലങ്കയല്ല. ഗംഗയ്ക്ക് ഒരു കുന്തം അറിയില്ല. എനിക്കോ? ഈ രംഗത്ത് ആദ്യം കാണിക്കുമ്പോൾ ചിലങ്ക പോക്കറ്റിലിട്ട ശേഷവും പല ഡയലോഗും പറയുന്നുണ്ട്. രണ്ടാമത് കാണിക്കുമ്പോൾ ചിലങ്ക പോക്കറ്റിലിട്ട ശേഷം ഗംഗയുടെ കഥാപാത്രത്തിന്റെ ഡയലോഗ് മാത്രമാണുള്ളത്. സിനിമയിലെ ചില ലോജിക് മിസ്റ്റേക്കുകളെ കുറിച്ച് നമുക്ക് നോക്കാം. മുമ്പത്തെ എപ്പിസോഡിൽ നാം പറഞ്ഞ ഒരു ലോജിക് മിസ്റ്റേക്ക് ആയിരുന്നു ഇത്. ഇവയെല്ലാം ചെയ്യുന്നത് ഗംഗയാണെന്നാണല്ലോ മോഹൻലാൽ അവസാനം പറഞ്ഞത്. ആ ഒരു ചെറിയ റൂമിനകത്ത് 4 പേരുണ്ട്. ഗംഗ കല്ലെറിഞ്ഞ് ആ ക്ലോക്ക് പൊട്ടിക്കുന്നത് ആരും കണ്ടിട്ടില്ല എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ? ഈ മിസ്റ്റേക്കിനെ കുറിച്ച് പലരും കമന്റ് ചെയ്തിരിക്കുന്നത് ഗംഗയിലെ അമാനുഷിക ശക്തികളെ കുറിച്ചാണ്. സണ്ണി ഒരു ഡയലോഗിൽ അത് പറയുന്നുമുണ്ട്. ഈ രോഗബാധയുണ്ടാകുമ്പോൾ രോഗിക്ക് അമാനുഷികമായ കഴിവുകളാണ്. മെന്റൽ ഇൽനെസ് ഉള്ള ഒരാൾക്ക് അമാനുഷിക ശക്തി ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ഉപയോഗിക്കാവുന്ന ഏറ്റവും കൂടുതൽ ശക്തികളിൽ ഒന്ന് മാത്രമേ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാതെ സൂപ്പർമാൻ്റെയോ ഫ്ലാഷിന്റെയോ ശക്തിയൊന്നും അവർക്ക് ലഭിക്കില്ല. ഗംഗയ്ക്ക് അത് എറിഞ്ഞുടുക്കാൻ കഴിഞ്ഞോ ഇല്ലയോ എന്നതല്ല, മറ്റുള്ളവർ എന്തുകൊണ്ടത് കണ്ടില്ല എന്ന് മാത്രമാണ് ചോദിച്ചതും. ഇതേപോലെ തന്നെ മറ്റൊരു സീനും ആ സിനിമയിലുണ്ട്. അതൊരുപാട് പേർ നോക്കി നിൽക്കുകയാണ് നടക്കുന്നതും. ഒരു തോക്കിൽ നിന്നും ബുള്ളറ്റ് പോകുന്ന പോലെയാണ് ഗംഗ എറിയുന്നതെങ്കിൽ 5-6 പേർ ഒരുമിച്ച് കൂടി നിൽക്കുമ്പോൾ ആ തോക്ക് ഉപയോഗിക്കുന്നതെങ്കിലും ആരെങ്കിലും കാണേണ്ടതില്ലേ? ഈ മിസ്റ്റേക്കിൽ മറ്റു ചിലരുടെ കമന്റുകൾ ഏറെ രസകരമായിരുന്നു. കാരണം അവർ വിശ്വസിക്കുന്നത് ഗംഗയിൽ നാഗവല്ലിയുടെ പ്രേതാത്മാവുണ്ടെന്നും അതുകൊണ്ട് തന്നെ എന്തും ചെയ്യാൻ കഴിയുമെന്നാണ്. സത്യത്തിൽ ചിത്രം ഒരു സൈക്കോളജിക്കൽ ഹൊറർ ചിത്രമാണ്. അതായത് ഗംഗയ്ക്ക് മാനസിക രോഗം മാത്രമാണ്. സിനിമ സംസാരിക്കുന്നതും കെട്ടുകഥകൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരെയുമാണ്. നാഗവല്ലി എല്ലാവരെയും പഴയ കാലത്തെ വേഷത്തിലാണ് കാണുന്നത്. എന്നാൽ നകുലനെ പഴയ കാലത്തെ വേഷത്തിൽ കാണുമ്പോൾ തന്നെ സണ്ണി എന്തുകൊണ്ടായിരിക്കും പുതിയ കാലത്തെ വേഷത്തിൽ കാണുന്നത്? ചേച്ചി, എന്തോ ജപിച്ചു കിട്ടിയിരിക്കുന്നു. ഇത് പൂട്ടിയിരിക്കുകയാണല്ലോ. സാരല്ലേ ചേച്ചി, അച്ഛൻ്റെ ഈ താക്കോല് കാണും, നമുക്ക് വാങ്ങിച്ചു തുറക്കാം. തെക്കിനെ കുറിച്ചും അവിടുത്തെ അന്ധവിശ്വാസങ്ങളെ കുറിച്ചും എന്തുകൊണ്ടാണ് അല്ലിക്ക് മാത്രം അറിയാതിരുന്നത്? പരീക്ഷയുടെ 1-ാം ദിവസം ഉത്തരക്കടലാസുകൾ വലിച്ചു കീറിയിട്ട് ഭ്രാന്തിയെ പോലെ സ്കൂൾ അങ്കണത്തിലൂടെ ഓടിയ ഗംഗയെ ആ ഹെഡ് മിസ്ട്രസ് ഇന്നും ഓർക്കുന്നു. ഉത്തരക്കടലാസുകൾക്ക് പകരം പുസ്തകങ്ങളാണ് എറിയുന്നത്. എക്സാം ഹാളിൽ എക്സാമിനിടെ പുസ്തകങ്ങൾ കൊണ്ടുപോകുന്ന ഏർപ്പാട് എന്നു മുതലാണ് ആരംഭിച്ചത്. എന്താ സാർ കട്ട് പറഞ്ഞത്? കൂടുതൽ നന്നായി പോയോ? അല്ലിയുടെ കഥാപാത്രം ചെയ്ത ആക്ട്രസ് ഷോട്ട് കഴിഞ്ഞോ എന്ന രീതിയിൽ ക്യാമറയിലേക്ക് നോക്കുന്നതായി കാണാം. ഈ സിനിമയിലും മറ്റു സിനിമകളിലും ഇതുപോലെയുള്ള മിസ്റ്റേക്കുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവ കമന്റ് ചെയ്യുമല്ലോ. വെറും 2 സ്റ്റെപ്പിലൂടെ നിങ്ങൾക്കും 500 രൂപ നേടാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ടോ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ CAN25 എന്ന കോഡ് ഉപയോഗിച്ചുകൊണ്ടോ ക്യാഷ് കരോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആമസോൺ, അജിയോ, സ്വിഗ്ഗിയിൽ നിന്നോ ഒരു ഓർഡർ ചെയ്യുക. ഓർഡർ ക്യാൻസൽ ചെയ്യാതിരിക്കുക. കൂടുതൽ രസകരമായ സിനിമാ വിശേഷങ്ങളുമായി വരാം.
പീസ്.